ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പാപ്പാ സ്ഥാനത്തിന്റെ കുഷ്ഠം ചികിത്സിച്ച് മാറ്റാനായില്ല എന്നും വ്യാജങ്ങളെ തിരിച്ചറിയാനും മാറ്റി നിർത്താനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും ഫാദർ പോൾ തേലക്കാട്ട് തുറന്നടിച്ചു. സംഭാഷണ വഴിയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന തലക്കെട്ടോടെ എഴുതിയ അനുസ്മരണത്തിലാണ് ഫാദർ പോൾ തേലക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അരമന പാപ്പാ സ്ഥാനത്തിന്റെ കുഷ്ഠമാണ് എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അത് ചികിത്സിച്ചു മാറ്റാനായോ എന്നതും സംശയമായിരിക്കുന്നു. മക്കാരിക്ക് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്ന സത്യസന്ധത കാണിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതുപോലെയുള്ള വ്യാജങ്ങളെ തിരിച്ചറിയാനും മാറ്റി നിർത്താനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും സംശയം തന്നെയാണ്. രണ്ടുപേർ പറഞ്ഞ നുണകൾ മാത്രം വിശ്വസിച്ച് കാര്യങ്ങൾ പഠിക്കാതെയും മറ്റാരെയും കേൾക്കാതെയും ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അതിരൂപതയെയും വിശ്വാസികളെയും തെറ്റിദ്ധരിച്ചു എന്ന വിമർശനവും ഫാദർ തേലക്കാട്ട് ഉന്നയിച്ചു. ഈ അതിരൂപതയിലെ വൈദികരെയും ജനങ്ങളെയും മാർപ്പാപ്പ തെറ്റിദ്ധരിച്ചത് ഇവിടത്തെ രണ്ടുപേരുടെ നുണകളിൽ നിന്നാണ് എന്നതാണ് മാർപ്പാപ്പ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല എന്നാണ് ഫാദർ തേലക്കാട്ടിന്റെ ആരോപണം ഉന്നയിക്കുന്നത്. എറണാകുളം രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മാർപ്പാപ്പ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അതിരൂപതയിലെ വൈദികരും ജനങ്ങളും നടത്തിയ അധികാര പ്രതിസന്ധിയുടെ പ്രതിരോധം പരിഹാരമില്ലാതെ നീളുന്നതും ഈ മാർപ്പാപ്പയുടെ കലത്താണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം രൂപതയും അവിടുത്തെ വിശ്വാസികളെയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിച്ചില്ല എന്നും അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല എന്നുമുള്ള ആക്ഷേപമാണ് തേലക്കാടിന്റെ ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. അതിരൂപതയിലെ പ്രശ്ന പരിഹാരത്തിനായി മാർപ്പാപ്പ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും 2 പ്രാവശ്യമെങ്കിലും എറണാകുളം അതിരൂപത തള്ളിക്കളഞ്ഞുവെന്നും അത് അതിരൂപതയ്ക്കും മാർപ്പാപ്പയ്ക്കും ഗൗരവമേറിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും ഫാദർ പാലക്കാട് തുറന്നു സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഈ സഭയുടെ സിനഡും അധികാരികളുമായി ഉണ്ടായ സംഘർഷത്തിൽ 2 തവണയെങ്കിലും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ അതിരൂപത അവഗണിച്ചു എന്നതും വസ്തുതയാണ്. അതിൽ അതിരൂപതയും മാർപ്പാപ്പയും ഒന്നുപോലെ പ്രയാസത്തിലായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോട് അനുബന്ധിച്ചുള്ള അനുസ്മരണത്തിൽ പോലും ഫാദർ തേലക്കാട് ഇത്രയേറെ വിദ്വേഷം കുത്തി നിറയ്ക്കുകയും അത് സത്യദീപം പ്രസിദ്ധീകരിക്കുകയും ചെയ്തുവെങ്കിൽ എറണാകുളം വിഘടിത വിഭാഗത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എന്തുമാത്രം വിദ്വേഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണല്ലോ. വിമത വിഭാഗത്തിന്റെ മാർപ്പാപ്പ അനുസ്മരണം ദേശീയയുടെ ചാരിത്ര പ്രസംഗത്തിന് തുല്യമാണ് എന്ന് വിശ്വാസികൾ കരുതുന്നതിൽ തെറ്റു പറയാൻ എന്തെങ്കിലും പറ്റുമോ?